ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയുടെ ആദ്യ നാളുകളിൽ തന്നെ യനാൻ മാസിക നിരോധിക്കപ്പെടുകയും പത്രാധിപ സമിതിയിലെ അംഗങ്ങളെല്ലാം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. പ്രധാനമായും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുൻപ് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കെ വേണുവിന്റെ നിർദ്ദേശങ്ങളും സഹായവും ഈ മാസികയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. കൂടാതെ വി സി ശ്രീജൻ, അടുത്തിടെ അന്തരിച്ച കെ കെ കൊച്ച്, സിവിക് ചന്ദ്രൻ തുടങ്ങിയ പ്രമുഖരും ഈ മാസികയുടെ പത്രാധിപ സമിതിയിൽ പ്രവർത്തിച്ചിരുന്നു. കെ വേണു സേതുമാധവൻ എന്ന പേരിൽ എഴുതിയ സ്വാതന്ത്ര്യത്തിന്റെ സാക്ഷാത്കാരം എന്ന ലേഖനവും ഇതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പ്രസിദ്ധീകരണത്തിന് യുവജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിൽ സ്വീകാര്യത ഉണ്ടായിരുന്നു. യനാൻ എന്ന പേര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ചിന് ശേഷം മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സുരക്ഷിത താവളമായിരുന്നു യനാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാസികയ്ക്ക് യനാൻ എന്ന പേരിട്ടത് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാട് വായനക്കാർക്ക് വ്യക്തമായി നൽകുന്നതിൽ വിജയിച്ചു. രാഷ്ട്രീയപരമായ ലേഖനങ്ങൾക്ക് പുറമെ സാഹിത്യപരമായ ഉള്ളടക്കങ്ങളും യനാനിൽ ഉണ്ടായിരുന്നു. കമലദാസിന്റെ സമ്മർ ഇൻ കൽക്കട്ട എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങളുടെ വിവർത്തനവും ദേശീയ പതാക എന്ന കവിതയും ജർമ്മൻ കവിയായിരുന്ന ബെർത്തോൾഡ് ബ്രെറ്റിന്റെ കവിതകളുടെ വിവർത്തനവും ഉൾപ്പെടുത്തിയിരുന്നു. ഈ സാഹിത്യപരമായ ഇടപെടലുകൾ യനാൻ മാസികയുടെ രാഷ്ട്രീയ സ്വഭാവത്തിന് ഒരു മാനം നൽകി. കേവലം പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾക്കപ്പുറം കലയെയും സാഹിത്യത്തെയും പ്രചരിപ്പിക്കാനുള്ള ഒരു മാധ്യമം എന്ന രീതിയിലും ഇതിനെ കണക്കാക്കിയിരുന്നു.